ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മുടെ ഈ നാരായണീയ സബര്യ ഇന്ന് 92ാമത്തെ പടവിലെത്തിയിരിക്കുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി, ഗുരുകാരണവന്മാരുടെ അനുഗ്രഹത്തോടുകൂടി ഈ ഗുരുവായൂരപ്പൻ്റെ കാൽക്കൽ സമർപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരു പ്രാർത്ഥനയിലാണ്. എല്ലാവരുടെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം. അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ എപ്പോഴും കൂടെ ഉണ്ടാവണം. തിരുമേനിയുടെ അനുഗ്രഹം എപ്പോഴും സദാസമയവും. ഹരിയും തിരുമേനി. നമുക്ക് 92ാമത്തെ ദശകം കർമ്മമിശ്ര ഭക്തി എന്ന ആ ബൃഹത്തായിട്ടുള്ള വിഷയങ്ങളെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അതൊന്ന് പാരായണം ചെയ്യാം. അതിനുശേഷം നമുക്ക് സാധിക്കുന്ന വിധത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശകം 92 കർമ്മമിശ്രഭക്തി. വേദൈ സർവാണി കർമാണ്യഫലപരതയാ വർണ്ണിതാനീതി ബുദ്ധ്വാ യാനി ത്വയ്യർപ്പിതാന്യേവ ഹി സമനുചരൻ യാനി നൈഷ്കർമ്യമീശ മാ ഭൂതേ ത്വനിഷിദ്ധേ കുഹചിദപി മനഃ കർമ്മ വാചാം പ്രവർത്തിർ ദുർവർജം ചേതവാപ്തം തദപി ഖലു ഭവത്യർപ്പയേചിത് പ്രകാശേ. യസ്ത്വന്യഃ കർമ്മയോഗസ്തവ ഭജനമയസ്തത്ര ചാഭീഷ്ടമൂർത്തിം ഹൃദ്യാം സത്വൈകരൂപാം ദൃശതി ഹൃദി മൃദി ക്വാപി വാ ഭാവയിത്വാ പുഷ്പൈർഗന്ധൈർനിവേദ്യൈരപി ച വിരചിതൈ ശക്തിദോ ഭക്തിപൂതൈർ നിത്യം വര്യാം സപര്യാം വിതതഥൈ വിഭോ ത്വത്പ്രസാദം ഭജേയം. സ്ത്രീശൂദ്രാസ്ത്വത്കഥാദിശ്രവണവിരഹിതാ ആസദാം തേ ദയാർഹാ ത്വത്പാദാസന്നയാതാൻ ദ്വിജകുലജനുഷോ ഹന്ത ശോചാമ്യശാന്താൻ. വ്യത്യർത്ഥം തേ യജന്തോ ബഹുകഥിതമപി ത്വാമനാകർണയന്തോ ദൃപ്താ വിദ്യാഭിജാത്യൈ കിമുന വിദധതേ താദൃശം മാ കൃഥാ മാം. പാപോയം കൃഷ്ണരാമേത്യഭിലപതി നിജം ഗൂഹിതും ദുശ്ചരിത്രം നിർലജ്ജസ്യ വാചാ ബഹുതര കഥനീയാനി മേ വിഘ്നിതാനി. ഭ്രാതാ മേ വന്ധ്യശീലോ ഭജതി കില സദാ വിഷ്ണുമിത്തം ബുധാംസ്തേ നിന്ദന്തുച്ചേർഹസന്തി ത്വയി നിഹിതമതീം താദൃശം മാ കൃഥാ മാം. ശ്വേതച്ഛായം കൃതേ ത്വാം മുനിവരവപുഷം പ്രീണയന്തേ തപോഭിസ്ത്രേതായാം സൃക്സുവാന്ത്യങ്കിതമരുണതനും യജ്ഞരൂപം യജന്തേ സേവന്തേ തന്ത്രമാർഗൈ വിലസദരിഗതം ദ്വാപരേ ശ്യാമളാംഗം. നീലം സങ്കീർത്തനാദ്യൈ ഇഹ കലിസമയേ മാനുഷാസ്ത്വാം ഭജന്തേ. സോയം കാലേയ കാലോ ജയതി മുരരിപോ യത്ര സങ്കീർത്തനാദ്യൈർനിര്യജ്ഞൈരേവ മാർഗൈരഖിലത നശിരാ ത്വത്പ്രസാദം ഭജന്തേ. ജാതാത്രേതാത് കൃതാദാവവിഹി കില കലൗ സംഭവം കാമയന്തേ ദൈവാസ്തത്രൈവ ജാതാൻ വിഷയ വിശരസേർമാ വിഭോ വഞ്ചയാസ്മാൻ. ഭക്താസ്താവത് കലൗ സ്യുർദ്രവിളഭുവി തതോ ഭൂരിശസ്തത്ര ചോച്ചൈ കാവേരീം താമ്രവർണീമനു കില കൃതമാലാം ച പുണ്യാം പ്രതീചിം. കാമാമപ്യേതദന്തർഭവമപി ച വിഭോ കിഞ്ചിദഞ്ജദ്രസം ത്വത് ആശാപാശൈ നിബധ്യ ഭ്രമയന ഭഗവൻ പൂരയത്തു നിഷേവാം. ദൃഷ്ട്വാ ധർമ്മദ്രുഹം തം കലിമപകരുണം പ്രാങ്മഹീക്ഷിത് പരീക്ഷിത് ഹന്തും വ്യാകൃഷ്ടഗഡ്ഗോ വിനിഹതവാൻ സാരവേദീ ഗുണാംശാത്. ഉത്സേവാദ്യാശു സിദ്ധ്യേത
असदिह न तथा त्वत्परे चैषभीरु यत्तु प्रागेव रोगादिभिः अपहरदे तत्र शिक्षयैनम् गंगा गीता च गायत्र्यभि च तुलसिका गोपिका चन्दनं तत् तालग्रामाभिपूजा परपुरुष तथैकादशी नाम वर्णा एतान्यष्टाप्ययत्नान्यै कलिसमये त्वत्प्रसाद प्रवृद्ध्या क्षिप्रं मुक्तिप्रदानीत्यभिददु ऋषयस्तेषु मां सञ्जयेथा देवर्षीणां पितॄणामपि न पुनरिणि किङ्करो वा स भूमन् योऽसौ सर्वात्मना त्वां शरणमुपगत सर्वकृत्यानि हित्वा तस्योत्पन्नं विकर्माप्यखिल अपनुदसि से एव चित्तस्थितस्तुं तन्मे पापोऽन्धतापान् पवनपुरपतेरुन्धि भक्तिं प्रणीय सर्वत्र गोविंद नाम संकीर्तനം गोविंद गोविंद. ഹരി ഓം. ഈ ദശകത്തില് കഴിഞ്ഞ ദശകത്തിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ നമുക്ക് ഈ ദശകത്തെ മനസ്സിലാക്കാം. കാരണം ഇവിടെയും നവയോഗികളുടെ ഉപദേശത്തെ സംഗ്രഹിച്ച് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് ഇത് നെൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്. ചമസൻ, ആവിർഹോത്രൻ, പിപ്പലാഭൻ, കരഭാജനൻ അങ്ങനെയുള്ള ആ നവയോഗികളിലെ ഓരോരുത്തര് ആ നിവി നവയോഗി സംവാദത്തിന്റെ നിവി ചക്രവർത്തിക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന വിധത്തില് നമുക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് സ്വന്തം അനുഭവങ്ങളും അല്ലെങ്കിൽ സ്വന്തം ജീവിതം തന്നെ ഉദാഹരണമാക്കിയിട്ടുള്ള സന്ദർഭങ്ങളും ഇതിൽ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് കർമ്മയോഗത്തെ പറ്റിയിട്ടാണ്. അപ്പോ വൈദിക വിധിയില് താന്ത്രികം, വൈദികം, കർമ്മയോഗത്തില് വൈദികം, താന്ത്രികം അങ്ങനെ മിശ്രമായിട്ടും പറയുന്നുണ്ട്. രണ്ട് മൂന്ന് വിധത്തിലുള്ള കർമ്മയോഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ വൈദിക കർമ്മയോഗത്തെ പറ്റിയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. എല്ലാ വേദങ്ങളും പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ പൂർണ്ണമായി ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ആ കർമ്മത്തിന്റെ ഫലം എന്തായിരിക്കും എന്നുള്ളത് അതിനെപ്പറ്റി വ്യാകുലപ്പെടാതെ അല്ലെങ്കിൽ ആ ഫലത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ആ കർമ്മം ചെയ്യാതിരിക്കുക. അപ്പോ ഒരു പൂജ ചെയ്യുമ്പോഴും ഈ പൂജ ചെയ്താൽ എന്താണ് ഫലം, ഈ പൂജ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, അങ്ങനെയുള്ള ആ ഒരു ഭാവം ഇല്ലാതെ എന്ത് ചെയ്യുമ്പോഴും ഇത് എനിക്കെന്ത് കിട്ടും എന്നുള്ള ആ ഒരു തമോ ഗുണപ്രധാനമായിട്ടുള്ള ആ ഒരു ചിന്ത ഇല്ലാതെ നമ്മൾ ആ കർമ്മം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുമ്പോൾ ആ കർമ്മത്തിന്റെ ഗുണം അല്ലെങ്കിൽ അത് ഇരട്ടിയാവുകയാണ്. അല്ലെങ്കിൽ അതിന് അതിന്റെ ഫലത്തെ പറ്റി, ഫലം നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലമായിരിക്കില്ല, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെയധികം ഉള്ള ഒരു പുണ്യമാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ ഫലത്തെ പറ്റി നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഒരു യഥാർത്ഥ ഭക്തന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മള് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒക്കെ ഉള്ള പ്രവർത്തികൾ, എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ ഭഗവാനുള്ള നാമങ്ങളായി തീരട്ടെ, നമ്മളുടെ കൈകൊണ്ട് ചെയ്യുന്നത് ഭഗവാനുള്ള പൂജയായി തീരട്ടെ. ഇതൊക്കെ നമ്മൾ മുൻപുള്ള ദശകങ്ങളില് വളരെ വിശദമായി പഠിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ കൂടുതൽ. അപ്പൊ ഇപ്പോ നമ്മള് ഒന്നാമത്തെ ദശകം തൊട്ട് ഇപ്പൊ 92ാമത്തെ ദശകത്തിൽ എത്തി നിൽക്കുമ്പോൾ മേൽപ്പത്തൂർ മനസ്സിലാക്കാണ്, ഇത് വായിക്കുകയും പഠിക്കുകയും നാരായണീയത്തെ ഉപാസിക്കുകയും ചെയ്യുന്ന ഭക്തജനങ്ങള് ഇതിൽ നിന്ന് തന്നെ ധാരാളം ജ്ഞാനം ആർജിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് കുറച്ചുകൂടി ഗഹനമായ വിഷയങ്ങള് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടായിരിക്കും. അപ്പൊ ചെറിയ ക്ലാസ്സിൽ ചെറിയ സിലബസ് ചെറുതായിരിക്കുമല്ലോ, അങ്ങനെ വലുതാവും തോറും സിലബസ് കൂടി വരും. അപ്പൊ ആദ്യം പഠിച്ച സംഗതികള് അത് തന്നെ കുറെ കൂടി വിസ്തൃതമായിട്ട് വിശാലമായിട്ട് കൂടുതൽ ഉദാഹരണങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കി തരാണ്. അപ്പോ ഒരു ഗുരു എന്ന് പറയുമ്പോൾ ഇവിടെ കവിയാണ്, ഭക്തകവിയാണ്, പണ്ഡിതനാണ്, എല്ലാറ്റിലും അഗ്രഗണ്യനായിട്ടുള്ള ആളാണ് ശ്രീ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്. അപ്പൊ അദ്ദേഹം ശരിക്കും നമ്മളെ ഓരോ 92ാമത്തെ പടവ് എന്ന് പറയുമ്പോൾ നമ്മളെ ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരികയാണ് അദ്ദേഹം. അതിന്
നമ്മളും നമ്മളുടെ മനസ്സും ഒക്കെ അതിന് പ്രാപ്തമാവണേ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ഭഗവാനെ സമർപ്പണം ചെയ്ത് എല്ലാ കാര്യങ്ങളും അനുഷ്ഠിക്കുന്നവനാവാൻ എന്നെ പ്രാപ്തനാക്കണേ, ജ്ഞാനമാർഗത്തെ പ്രാപിച്ചുകൊള്ളാം. ആ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ, അപ്പൊ വേദാധ്യയനം എല്ലാം ഞാൻ ചെയ്തോളാം, എനിക്ക് സാധിക്കുന്നതിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചോളാം. അപ്പൊ പിന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇനി ഏതെങ്കിലും വിധത്തില് നമുക്ക് ഏതെങ്കിലും കാര്യങ്ങള് വർജിക്കാൻ കഴിയാത്ത, നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരികയാണ്, സന്ദർഭത്തിന്റെ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തില് അങ്ങനെ വരുമ്പോഴും അതും ആ ചൈതന്യ സ്വരൂപനായിട്ടുള്ള ഭഗവാനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഞാനത് സമർപ്പിക്കുന്നു എന്നാണ്. പിന്നീട് രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത് താന്ത്രിക കർമ്മയോഗത്തെ പറ്റിയാണ്. താന്ത്രികമായിട്ടുള്ള വിധത്തില് എങ്ങനെയാണ് കർമ്മയോഗം അനുഷ്ഠിക്കുന്നത് എന്നാണ്, ക്രിയായോഗം. അപ്പൊ അവിടെ നമ്മള് രാമായണത്തില് ശ്രീരാമൻ ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ക്രിയായോഗത്തെ പറ്റിയിട്ട്. അപ്പൊ അതുപോലെ ഇവിടെ ഭഗവാനെ ആ വൈദിക കർമ്മത്തിൽ കൂടി ഭജിക്കുന്നു. ഇവിടെ വേറൊരു കർമ്മം, അതാണ് താന്ത്രിക കർമ്മം എന്നുള്ളത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമുക്ക് മനസ്സിനിണങ്ങിയ ഒരു രൂപം, ഒരു ഭാവം നമ്മൾ കാണുകയാണ്. അപ്പൊ അത് ഏത് വിധത്തില്, ഒരു ഫോട്ടോ വെച്ച് പൂജിക്കാം, അല്ലെങ്കിൽ 8 വിധത്തിലുള്ള സംഗതികളെ പറ്റി പറയുന്നുണ്ട്. കല്ല്, മരം, ലോഹം, ചിത്രം, മണല്, മനസ്സ്, പത്മരാഗം, അങ്ങനെ പല കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ശൈലി, ദാരുമയി, ലൗഹി, ലേപ്യ, ലേഖ്യാജ സൈകതി, മനോമയി, മണിമയി, പ്രതിമ, അഷ്ടവിധ സ്മൃത എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഓരോ സംഗതികളും, ഒരു കല്ലിനെ മൂർത്തിയായിട്ട് നമുക്ക് സങ്കല്പിക്കാം, അതിന് ഭാവം നമ്മളാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മരം, ലോഹം, അങ്ങനെ ഓരോ സംഗതികൾ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ മണലും പറയുന്നുണ്ട്. മണല് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഗോപികമാര് ആ കാർത്യായനി പൂജ നടത്തിയപ്പോ അവിടെ കാളിന്തി തീരത്ത്, യമുനാ തീരത്ത് ചെന്നിട്ട് മണല് കൊണ്ട് മൂർത്തി ഉണ്ടാക്കി എന്നാണ്. അപ്പം മണലിനെ മൂർത്തി ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരുടെ ആ ഉപാസനയുടെ ശക്തി കൊണ്ടാണ് ആ മണല് കൊണ്ട് അവർക്ക് മൂർത്തി ഉണ്ടാക്കാൻ സാധിച്ചത്. ഇവിടെ ഓരോ പൂജകൾക്കൊക്കെ അരിപ്പൊടി, മഞ്ഞള് അതൊക്കെ വെച്ചിട്ട് വരയ്ക്കുന്ന ചിത്രങ്ങള് പൂജാരിമാര് അവരൊക്കെ വരയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിനൊക്കെ ജീവനുള്ള പോലെ നമുക്ക് തോന്നും. അപ്പൊ അവരുടെ ആ ഉപാസനയുടെ, ആ നിഷ്ഠയുടെ, അതിന്റെ പ്രാധാന്യമാണ് അതിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാറ്റിനും ഏത് വിധത്തിൽ, പിന്നെ മാനസപൂജ എന്നുള്ളതുണ്ട്. അത് കുറെ കൂടി ഒരു ഉയർന്ന നിലയില് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് അത് എങ്ങനെ സാധിക്കും എന്നുള്ളത്, അതും നമുക്ക് സാധ്യമാവും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ശുദ്ധമാക്കിയിട്ടുള്ള പുഷ്പങ്ങള്, ഇപ്പോ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, പത്രം, പുഷ്പം, ഫലം, തോയം ഏതായാലും ഭഗവാൻ ഭക്തൻ മനസ്സർപ്പിച്ചു തരുന്നതെല്ലാം സന്തോഷപൂർവ്വം, ആനന്ദപൂർവ്വം ഭഗവാൻ സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ ആ മൂർത്തിയിൽ ആവാഹിച്ച് പിന്നെ പൂജയ്ക്ക് വേണ്ട പുഷ്പങ്ങള്, അതുപോലെ ഗന്ധത്തിനുള്ള ചന്ദനത്തിരിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികള്, അതുപോലെ തന്നെ പ്രസാദം അല്ലെങ്കിൽ നിവേദ്യം, പായസം, അങ്ങനെയുള്ള നിവേദ്യങ്ങള്, അങ്ങനെ ഉത്തമമായ പൂജ ചെയ്തുകൊണ്ട് ഞാൻ ഭഗവാന്റെ പ്രസാദം നേടിക്കൊള്ളാം എന്നാണ്. ഓരോ വിധത്തില്, ഏത് വിധത്തിലാണ് ഓരോരുത്തർക്കും ഭഗവാനെ പ്രാപിക്കാൻ അല്ലെങ്കിൽ ഭഗവത് പൂജ ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുക, അതിനുള്ള പലവിധ ഉപാധികളാണ്. ഏത് വിധത്തിലാണ് നമുക്ക് സാധിക്കുക അതുപോലെ നമുക്ക് ചെയ്യാം. അപ്പം മേൽപ്പത്തൂര് കുറെ ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി ശരിയല്ല, വേണ്ട, അപ്പൊ ഏത് വിധത്തിലാണ് ചെയ്യാൻ സാധിക്കുക അതുപോലെ ചെയ്തോളൂ എന്നാണ്. പിന്നെ അപ്പൊ ഈ വൈദിക ഒരു താന്ത്രിക കർമ്മത്തിലും അതുപോലെ എല്ലാ കർമ്മങ്ങളിലും ഭക്തിക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ ഭക്തി ഇല്ലാതെ കുറെ സംഗതികള്, ഞങ്ങള് രാവിലെ ഇങ്ങനെ ചെയ്യും, ഞങ്ങള് രാവിലെ എണീറ്റ് എല്ലാം ഇത് ചെയ്യും, അമ്പലത്തിൽ പോവും, പിന്നെ അങ്ങനെ ചെയ്യും, അങ്ങനെ പറയുന്ന ഒരുപാട് ആ
ഭക്തിഹീനന്മാരായിട്ടുള്ള കർമ്മഠന്മാരെന്നാണ് അവരെ പറ്റി പറയുന്നത്. കാരണം അവര് കർമ്മങ്ങളെ കുറെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലെ ആ ഭക്തിയുടെ ആ ഒരു മേമ്പൊടി അല്ലെങ്കിൽ ഭക്തിയുടെ ഒരു ആ സ്നേഹഭാവം അതിലില്ല. അങ്ങനെ വരുമ്പോ അതിനെ അത് വെറും കർമ്മമായിട്ട് തീർന്ന് അവിടെ നിൽക്കുകയാണ്. ഇവിടെ ഭഗവാന്റെ കഥകൾ കേൾക്കുക, നാമങ്ങൾ കേൾക്കുക, നാമങ്ങൾ ചൊല്ലാനുള്ള സന്ദർഭം വരുമ്പോ ഉറക്കെ ചൊല്ലുക. അതുപോലെ അങ്ങനെ ഓരോ സംഗതികളും. അപ്പൊ ഇവിടെ അന്നത്തെ മേൽപ്പത്തൂര് നാരായണീയം രചിച്ച ആ കാലഘട്ടം 500 വർഷങ്ങൾക്ക് മുൻപ് എന്നാണല്ലോ, 450-500 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ആ സാമൂഹ്യ വ്യവസ്ഥിതിയില് സ്ത്രീകൾക്കും ശൂദ്രന്മാര് എന്ന് ഉദ്ദേശിക്കുന്നത് താഴേക്കിടയിലെ ജോലികൾ ചെയ്യുന്ന ആളുകൾ എന്നാണ്. അവരുടെ കാര്യം നിൽക്കട്ടെ എന്നാ പറഞ്ഞിട്ടുള്ളത്. എന്താ കാരണം? അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി അങ്ങനെയായിരുന്നു. അവർക്കൊക്കെ ചില ജോലികൾ കൊടുത്തിട്ടുണ്ട്. സ്ത്രീകള് അവര് അടുക്കളയില് അങ്ങനെയാണ്. അപ്പൊ ഒരു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതാണ് അന്ന് അങ്ങനെയായിരുന്നു. സ്ത്രീകൾ അവരവിടെ സുരക്ഷിതരായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുക, മറ്റു കാര്യങ്ങളിൽ ഇടപെടണ്ട എന്നുള്ള പോലെയാണ്. പിന്നെ അവർക്ക് ശാരീരികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. കുട്ടികളെ നോക്കലും പ്രസവവും അങ്ങനെയൊക്കെ വരുമ്പോ എല്ലാ കാര്യങ്ങളിലും അവർക്ക് ചിലപ്പോൾ ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ അന്നത്തെ ആ സാമൂഹിക വ്യവസ്ഥിതിയിൽ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതിനെ കുറച്ചൊന്ന് ശരിക്കും എന്താ പറയാ, അതിനെപ്പറ്റി പറയുകയാണ് ശരിക്കും മേൽപ്പത്തൂര്. അന്നത്തെ കാലത്ത് അത് പറയാനുള്ള ഒരു ധൈര്യം അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ്. അപ്പോ കവിയുടെ തൂലിക വളരെ ശക്തമായിട്ടുള്ളതാണ്. അന്ന് അദ്ദേഹം ഒരു ഉന്നത കുലജാതനാണ്, എല്ലാ വിധത്തിലും വളരെ ശ്രേഷ്ഠനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട്. അപ്പൊ സമൂഹത്തിലെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില വേണ്ടാത്ത കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ആ ഒരു ഭാവം കൂടി നമുക്ക് ഇതിലൊക്കെ കാണാൻ സാധിക്കുകയാണ്. പിന്നെ അതുപോലെ അപ്പൊ അതുകൊണ്ട് തന്നെ അറിവും ആഭിജാത്യവും ഒക്കെ ഉണ്ടായിട്ടും അഹങ്കാരികളായിട്ട് ജീവിക്കുന്ന ആളുകള് അവരോട് നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. അവരെയും നല്ല വഴിയിലേക്ക് വരുത്തണേ ഭഗവാനെ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെയും അതിന്റെ ഒരു തുടർച്ചയായിട്ട് പറയാണ്, ചില ആളുകള് കൃഷ്ണ രാമ കൃഷ്ണ രാമ എന്നൊക്കെ പറഞ്ഞ് നാമജപമാണ് എന്ന് തോന്നുന്ന വിധത്തില് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഉറക്കെ നാമം ജപിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അത് ചിലപ്പോഴൊക്കെ മനസ്സറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടല്ല, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എങ്കിൽ ആ നാമജപത്തിന് ഒരു പുലമ്പൽ എന്നേ നമുക്ക് പറയാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ മേൽപ്പത്തൂര് സ്വന്തം സഹോദരന്റെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ സഹോദരന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, അത് തീർത്തും പറയുന്നില്ല, പക്ഷെ നമുക്ക് എങ്ങനെയാണ് മേൽപ്പത്തൂർ അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ഈ നാരായണീയ രചന നടത്തുന്നത്? കാരണം ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുക, സഹോദരൻ എഴുതുക. കാരണം എഴുതാനായിട്ടുള്ള ശക്തി ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. അപ്പോ അവിടെ കുറച്ച് മേൽപ്പത്തൂരിനെ ഇഷ്ടപ്പെടാത്ത വിധത്തിലുള്ള ചില പ്രവർത്തികള് ആ സ്വന്തം സഹോദരന്റെ അടുത്ത് നിന്ന് പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനൊക്കെ സാധ്യതകളുണ്ടല്ലോ. ബലരാമസ്വാമി പോലും ശ്രീകൃഷ്ണനെ സംശയിച്ച സന്ദർഭങ്ങള് നമ്മള് ശ്രീമന്തക കഥയിലൊക്കെ കേട്ടതല്ലേ. അപ്പൊ അതുപോലെ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ എന്തിനാ ഇതിങ്ങനെ വന്നിട്ട് സുഖമില്ലാണ്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യണത്, വീട്ടിലിരുന്നിട്ട് ഭജിച്ചാ പോരെ, അങ്ങനെ പല അഭിപ്രായങ്ങൾ പറയുമല്ലോ ആളുകള്. അപ്പൊ അങ്ങനെ നിന്ദയും പരിഹാസവും ഒക്കെ മേൽപ്പത്തൂരിന് തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മകഥം പോലെയാണ്. അദ്ദേഹത്തിന്റെ തന്നെ കാര്യങ്ങളെ എടുത്തുകൊണ്ട് നമുക്ക് ഉദാഹരണ സഹിതം തരാണ്. പിന്നെ ഓരോ യുഗങ്ങളിലെ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അവിടെ എങ്ങനെയാണ് ഈശ്വര ഭജനം ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ കൃതയുഗത്തില് ഒരു മുനിശ്രേഷ്ഠന്റെ ബ്രഹ്മചാരിയുടെ ഒരു വടുരൂപത്തില് ഉള്ള ഒരു രൂപത്തെയാണ് ധ്യാനിക്കുന്നത്. ശമം, ദമം, ധ്യാനം അതുകൊണ്ടൊക്കെയാണ് സന്തോഷിപ്പിക്കുന്നത്. അപ്പൊ ധ്യാനമാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. അന്നത്തെ ആ അവസരത്തില് അല്ലെങ്കിൽ ആ കൃതയുഗത്തില് ധ്യാനത്തിനായിരുന്നു പ്രാധാന്യം.
പിന്നെ ത്രേതായുഗത്തില് ചുവന്ന ശരീരത്തോടു കൂടിയ സ്രുവം ഒക്കെ ധരിക്കുന്ന യജ്ഞമൂർത്തിയായിട്ടുള്ള ഭഗവാനെ യാഗം കൊണ്ട് പ്രീതിപ്പെടുത്തുന്നു എന്നാണ്. അപ്പൊ ആദ്യം ധ്യാനം, പിന്നെ യാഗം. അപ്പൊ അതൊക്കെ അന്ന് വളരെ ശ്രദ്ധാപൂർവം നിഷ്ഠയോടുകൂടി ചെയ്യാനുള്ള സമയവും മനസ്സും ഒക്കെ അന്നത്തെ കാലത്ത് ആളുകൾക്ക് ഉണ്ടായിരുന്നു. പിന്നീട് ദ്വാപര യുഗത്തിൽ വന്നപ്പോ ശ്യാമളവർണ്ണനും ശംഖചക്ര ഗദാപത്മധാരിയായിട്ടുള്ള ഭഗവാനെ താന്ത്രിക പൂജകളെ കൊണ്ട് സേവിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഓരോ യുഗത്തില് അപ്പൊ നമ്മള് കാലദേശാവധിഭ്യാം നിർമുക്തം എന്ന് ഭഗവാനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ എല്ലാ കാലങ്ങൾക്കും കാലത്തിനും ദേശത്തിനും അതീതമായിട്ട് അപ്പൊ എല്ലാ കാലത്തും ഭഗവത് പൂജ ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ലോകങ്ങളിലും പൂജ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ സന്ദർഭങ്ങൾക്ക് അല്ലെങ്കിൽ ആ കാലത്തിന് അനുസരിച്ച് അതിന്റെ പ്രവൃത്തിയിലെ ചില വ്യത്യാസങ്ങൾ, പക്ഷെ എല്ലാം പൂജ ഒന്ന് തന്നെ. അപ്പൊ അതിലിവിടെ ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് ഇപ്പോഴത്തെ കലിസമയെ, ഈ കലിയുഗത്തിൽ, നമ്മളിപ്പോ കലിയുഗത്തിലാണല്ലോ ജീവിക്കുന്നത്, ഇവിടെ നീലം ത്വാം സങ്കീർത്തനാദ്യൈ ഭജന്തേ, ആ നീല നിറമാർന്ന ആ ശ്യാമവർണ്ണനായിട്ടുള്ള ഭഗവാനെ നാമസങ്കീർത്തനം, കഥാശ്രവണം അതുകൊണ്ടാണ് ഭജിക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ, നമുക്ക് ഇത് കേട്ടാ മതി. നമ്മൾ വേറെ എന്ത് കാര്യങ്ങള് വലിയ വ്യാപൃതരായിരിക്കാണ്. ഇപ്പൊ കമ്പ്യൂട്ടർ യുഗമാണല്ലോ, എല്ലാവരും തിരക്കാണ്. ആരോട് ചോദിച്ചാലും ബിസി എന്നുള്ള വാക്കാണ് എപ്പോഴും കേൾക്കാൻ സാധിക്കുക. എല്ലാവരും തിരക്കിലാണ്. അച്ഛനമ്മമാരോട് സംസാരിക്കാൻ സമയമില്ല. അച്ഛനമ്മമാർക്കും മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരാണ്. സുഹൃത്തുക്കൾക്ക് ചിലപ്പോഴൊക്കെ ഫോണിൽ സംസാരിക്കാൻ പോലും സമയമില്ല. ഐ വിൽ കോൾ യു ലേറ്റർ അങ്ങനെ പറയാം. അങ്ങനെ വളരെ തിരക്കാണ്. അത് ആരുടെയും കുറ്റമല്ല, കാലത്തിന്റെ അവസ്ഥയാണ്. അപ്പോ അതുകൊണ്ട് തന്നെ കഥാശ്രവണം എന്ന് പറഞ്ഞത് കേട്ടാലെങ്കിലും മതി. ഒരു സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഇതൊന്ന് കേൾക്ക വേണ്ടു. അതുപോലെ നാമസങ്കീർത്തനം, അതിന് സമയവും സന്ദർഭവും ഒന്നും വേണ്ട. എന്ത് ചെയ്യുമ്പോഴും, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും നടക്കാൻ പോകുമ്പോഴും ഒക്കെ നമുക്ക് നാമസങ്കീർത്തനം ചെയ്യാം. അപ്പോ എത്ര എളുപ്പമാണ് കലിയുഗത്തിലത്തെ ഭഗവത് ആരാധന എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഒരു പൂന്താനത്തിന്റെ ഒരു കവിതയിലുണ്ടല്ലോ, കലിയുഗത്തില് ഭാരതത്തില് ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണേന്ന് കഴിഞ്ഞ യുഗങ്ങളിലെ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്നു എന്നാ പറയുന്നത്. അത്രയ്ക്കും ശ്രേഷ്ഠതയാണ് കലിയുഗത്തില്. പിന്നെ അപ്പൊ ആ കലിയുഗത്തിനെ പ്രശംസിച്ചുകൊണ്ടാണ് അടുത്ത കാര്യങ്ങളിൽ പറയുന്നത്. അടുത്ത ഇതില് പറയുന്നത് ആ കാമക്രോധ മോഹം, മതം, മാത്സര്യം അങ്ങനെയുള്ള ആ അവസ്ഥകളൊക്കെ കൂടിയിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇവിടെ മുരരിപോ എന്നാണ് സംബോധന ചെയ്തിട്ടുള്ളത്. ആ ദുഷ്ടനായിട്ടുള്ള മുരാസുരൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ബാലയുദ്ധത്തിൽ അവിടെ പഠിച്ചിട്ടുണ്ട് നമ്മള്. 5 തലയുള്ള സിംഹരൂപിയായിട്ടുള്ള ഒരു ആളാണ്. അങ്ങനെയുള്ള അവനെ നിഗ്രഹിച്ചവനും ഭക്തന്മാർക്ക് സർവ അഭീഷ്ടങ്ങളും നൽകുന്ന അല്ലയോ ഗുരുവായൂരപ്പ, ഈ കലികാലം സർവ ഉത്കൃഷ്ടമായിട്ട് വർത്തിക്കുന്നു എന്നാണ്. ഈ നാമസങ്കീർത്തനങ്ങളെ കൊണ്ട് ഒരു കാലതാമസവും ഇല്ല. ഇപ്പോ പെട്ടെന്നാണ് ഫലസിദ്ധി, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം വളരെ പെട്ടെന്നാണ് ലഭിക്കുന്നത്. ക്ഷിപ്രപ്രസാദിയായിട്ടാണ് കലിയുഗത്തില് ഭഗവാൻ ഇരിക്കുന്നത്. അത് നല്ല കാര്യങ്ങൾക്കും ചീത്ത കാര്യങ്ങൾക്കും. ഓരോ ചീത്ത കാര്യങ്ങളും എന്തെങ്കിലും ആരെങ്കിലും അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ചെയ്യുന്നുണ്ടെങ്കിലും അപ്പുറത്ത് ഉടനെ തന്നെ അതിന്റെ ഫലം കിട്ടുന്നുണ്ട്. എന്നാളൊരു ഗുരുനാഥൻ പറയുണ്ടായിരുന്നു, കമ്പ്യൂട്ടർ യുഗമാണ്, അവിടെ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഉള്ളത്. അപ്പോ അതുകൊണ്ട് ടാലി വേഗത്തിലാവണുണ്ട് എന്ന് പറയായിരുന്നു. പണ്ട് സമയമെടുക്കും ഓരോ കാര്യങ്ങൾക്കും അതിന്റെ ഫലം അനുഭവിക്കാനായിട്ട്. ഇപ്പൊ അങ്ങനെയല്ല, പെട്ടെന്ന് തന്നെയാണ് എന്നുള്ളത്. കാരണം നമുക്ക് പല അനുഭവങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ഇത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അതിന് കാലതാമസമൊന്നും ഇല്ല എന്നുള്ളത്. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്നെ വിഷയരസത്തിൽ മുങ്ങാൻ അനുവദിക്കരുതേ. വിഷയരസം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് വിഷയമാകുന്ന വിഷദ്രവം എന്നാണ്. അപ്പൊ വിഷയങ്ങൾ എന്ന് പറഞ്ഞാല് ഇത് തന്നെ,
കാമം, ക്രോധം, മോഹം, മതം, മത്സര്യം, ഇതൊക്കെ തന്നെയാണ് വിഷയങ്ങള്. ഈ വിഷയങ്ങളില് മുങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലൗകിക സുഖങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുക, വേറെ യാതൊരു ചിന്തകളും ഇല്ലാതെ. അങ്ങനെ എന്നെ ആക്കി തീർക്കരുതേ എന്നാണ്. അപ്പോ എന്ത് സംഗതികൾ ചെയ്യുമ്പോഴും ആ ഭഗവത് സ്മരണ എന്നിൽ നിന്ന് ഒഴിവാക്കരുതേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇവിടെ. കലിയുഗത്തില് ഭക്തജന ബാഹുല്യം, അത് വളരെ സത്യമാണ്. ഇപ്പൊ നമ്മളൊക്കെ ഭാഗവതം, ഭഗവത്ഗീത, നാരായണീയം ഇതൊക്കെ പഠിക്കുന്നത് ഇത് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഗതിയല്ല. നമ്മള് പല സ്ഥലങ്ങളിലും, കേരളത്തില് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക്, കുറച്ച് ദൂരത്തേക്ക്, തിരുവനന്തപുരത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യാന്ന് വിചാരിക്കാം. നമ്മൾ പോകുന്ന വഴിയില് ഏതൊരു ദിവസമാണെങ്കിലും, അങ്ങനെ നമ്മൾ തീരുമാനിച്ച ഇന്ന ദിവസം എന്നൊന്നുമില്ല, ഏതൊരു ദിവസം നമ്മൾ യാത്ര ചെയ്യുമ്പോഴും പല അമ്പലങ്ങളിലും നമ്മള് നാരായണീയ പാരായണം നേരിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അവിടെ മൈക്കൊക്കെ വെച്ച് കുറച്ച് അമ്മമാര്, കുറച്ചു പേരായിരിക്കും ചില സ്ഥലത്ത്, ഒരുപാട് പേരായിരിക്കും വേറൊരു സ്ഥലത്ത്. അത് വലിയൊരു മാറ്റമാണ് ശരിക്കും. ആ ഭക്തി കൊണ്ട് തന്നെയാണല്ലോ ഇതിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകുന്നത്. അപ്പൊ ഭക്തജന ബാഹുല്യം, ഇന്ന് നാരായണീയത്തിനെ എത്ര പേരാണ് നെഞ്ചോട് ചേർത്തിരിക്കുന്നത്. നാരായണീയം ഒരു ശ്രോത്ര കാവ്യം, അല്ലെങ്കിൽ അത് ഒരു ഭക്തി കാവ്യമാണ്, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ അത് ഒരു ജീവരക്തം പോലെ, ഒരു ജീവൻ പോലെ കൊണ്ടു നടക്കാണ് നമ്മളിൽ പലരും. നമുക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന ഒരു സത്യമാണത്. അപ്പൊ അതും കലിയുഗത്തിന്റെ ഒരു മഹാത്മ്യമായിട്ട് പറയാം. ഭക്തജനങ്ങളുടെ ബാഹുല്യം, എല്ലാവരും ഭക്തരാവട്ടെ, ആ ഭക്തി എല്ലാവരിലും നിറയട്ടെ. അപ്പൊ ഇത്ര നല്ല ഒരു കാവ്യം രചിച്ച് ആ മേൽപ്പത്തൂരും കൃതകൃത്യനായി ആവാണ്. അദ്ദേഹം രചിച്ച ആ കാവ്യം ഇന്ന് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നു. നാരായണീയ പഠനം, നാരായണീയ പാരായണം, നാരായണീയ ഉപാസന എല്ലാം എത്ര ഭംഗിയായിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഓരോ സംസ്കാരങ്ങളില്, ഇപ്പൊ നമ്മള് നദീതട സംസ്കാരത്തെ പറ്റിയിട്ടൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ, നൈൽ നദി, അപ്പൊ ഈജിപ്തില് അവിടുത്തെ സംസ്കാരത്തെ പറ്റിയിട്ട്. അപ്പൊ ഇതൊക്കെ ഈ ഭാരതപ്പുഴയുടെ തീരത്താണ് മേൽപ്പത്തൂര് ജനിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറയാം അവിടുത്തെ സംസ്കാരമാണ് നമ്മളുടെ സംസ്കാരം എന്നുള്ളത്. അപ്പൊ ഈ പുണ്യ നദികളുടെയൊക്കെ മധ്യഭാഗത്ത് ജനിച്ച എന്നെ ഭഗവാനെ, എനിക്ക് എന്നിലും ഭക്തിരസം ഉണ്ടാക്കി തീർക്കണേ. ആ വിഷയങ്ങളാകുന്ന ആ പാശങ്ങള്, വിഷയം എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ സംഗതികൾ തന്നെ, അങ്ങനെയുള്ള അതൊരു പാശമാണ്. അപ്പൊ ഈ ആഗ്രഹങ്ങള് എന്നൊക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, മായ എന്നുള്ളത് ഒരു ജാലമാണ്, ഒരു വലയാണെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇത് പാശം എന്ന് പറഞ്ഞാലും ഏകദേശം അർത്ഥമൊക്കെ ഒരുപോലെ തന്നെയാണ്. അങ്ങനെ മുറുക്കി അതിലിങ്ങനെ വരിഞ്ഞ് ഒന്നിൽ പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടുപോരാൻ പറ്റില്ല. ഇപ്പൊ ചളിയില്, നല്ല ചളിയുള്ള ഒരു പാടത്ത് പെട്ടെന്ന് ഒരാൾ കാല് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആ പിന്നെ ഒരു കാല് വെക്കുമ്പോ ഒന്നും കൂടി താന്നു പോവുകയാണ്. അതേ സ്ഥാനത്ത് ഒരാൾ പുറകിൽ നിന്ന് വന്നിട്ട് നമുക്കൊരു കൈ തന്നാൽ നമുക്ക് സഹായിക്കാൻ പറ്റും. അപ്പോഴാണ് അതാണ് ഒരു ഗുരുവിന്റെ ഇത്. അപ്പൊ എപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് അതിൽ കടന്നിങ്ങനെ മുങ്ങി താഴണേക്കാളും നല്ലത് ഒരു ഗുരുവിന്റെ സഹായത്തോടു കൂടി ഈ സംഗതികളിലൊക്കെ കുറച്ചുകൂടി ശ്രദ്ധാപൂർവം അത് പഠിക്കാനും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ കുറെ കൂടി നല്ലതാണ് എന്നും കൂടി മേൽപ്പത്തൂര് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ കലിയുടെ ദോഷം, കലി ബാധിക്കുന്ന സ്ഥലങ്ങളെ പറ്റിയിട്ട് ഒക്കെ വളരെ കൃത്യമായിട്ട് പരീക്ഷിത് മഹാരാജാവിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ് സ്വർണം, പിന്നെ മദ്യം, അങ്ങനെയുള്ള കുറെ സംഗതികളിലാണ് കലി ബാധിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് മനസ്സിനെ ഒഴിവാക്കുക. അതാണ് കലി ബാധിക്കാതിരിക്കാനുള്ള, കലിയുടെ ദോഷം ബാധിക്കാൻ ഇടവരരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങളിൽ നിന്നും നമ്മളെ, ഭഗവത് ഭജനത്തിൽ നിന്ന് നമ്മളെ വിമുഖരാക്കും. അപ്പൊ നമുക്കൊരു രോഗാവസ്ഥ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു ദുഃഖം വരികയാണ്, ദാരിദ്ര്യം ഉണ്ടാവുകയാണ്. ആ സമയത്തൊക്കെ നമ്മള് ഭഗവാനെ ഭജിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ചിലരൊക്കെ പറയും, ഇത്രയൊക്കെ ഞാൻ ഭഗവാനെ ഭജിച്ചിട്ട് എനിക്ക് ഇങ്ങനെയല്ലേ സംഭവിക്കുന്നത്, ഇനി ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവത് വിമുഖത ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്.
അപ്പോ അങ്ങനെയുള്ളവരെയും അവരെയും രക്ഷിക്കണേ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ്. കാരണം അപ്പൊ അങ്ങനെ ഒരു ഭഗവത് വിമുഖതയല്ല വേണ്ടത്, നമുക്ക് ഭഗവാനോട് എപ്പോഴും ഒരു ആഭിമുഖ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. പിന്നെ കലിയുഗത്തില് ഭഗവത് പ്രസാദമായിട്ട് പ്രയാസം കുറഞ്ഞ 8 ഭജന മാർഗങ്ങളെ പറ്റിയാണ് നിർദ്ദേശിക്കുന്നത്. അത് ഗംഗ, ഗീത, ഗായത്രി, തുളസി, ഗോപികാചന്ദനം, കാളഗ്രാമാഭിപൂജ, ഏകാദശി, നാമവർണ്ണ, ഇത്രയും കാര്യങ്ങളാണ്. അത് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ഗംഗാസ്നാനം, ഗീതാപാരായണം, ഗായത്രി മന്ത്രം ജപിക്കുന്നത്, തുളസിയെ പൂജിക്കുന്നത്, തുളസി നട്ടു വളർത്തുന്നത്, അതൊക്കെ നല്ലതാണ്. പിന്നെ ഗോപീചന്ദനം ഉപയോഗിക്കുന്നത്, സാളഗ്രാമത്തെ പൂജിക്കുന്നത്, ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്, തിരുനാമങ്ങളെ ജപിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടില്ലാതെ. ഗംഗാ സ്നാനം എങ്ങനെയാ സാധിക്കുക എപ്പോഴും എന്ന് ചോദിച്ചാൽ, വേണ്ട, നമ്മളെ കുളിക്കുന്നത് പൈപ്പ് വെള്ളത്തിലാണെങ്കിൽ ഇത് ഗംഗയാണ് എന്ന് മനസ്സുകൊണ്ട് ധ്യാനിച്ചിട്ട് ഒന്ന് കുളിച്ചു നോക്കൂ, അത് ഗംഗ തന്നെ ആവുകയാണ്. അതാണ് ആ ഭാവത്തിന്റെ പ്രാധാന്യം. അതുപോലെ കലികാലത്തിലെ മുക്തി പെട്ടെന്ന് ലഭിക്കുന്നു എന്നാണ്. ഇതൊക്കെ കാരണം തന്നെ ഈ നാമജപം, അതുപോലെ ആ മനസ്സർപ്പിച്ച് ചെയ്യുന്ന എന്ത് കാര്യങ്ങളിലും മുക്തി തന്നെയാണ് ലഭിക്കുന്നത്. പിന്നെ ഇപ്പോ പലതരത്തിലുള്ള ഋണങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും, ആ കടബാധ്യതകളൊന്നും കലികാലത്തില് ബാധിക്കുന്നില്ല എന്നാണ്. കാരണം എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നത്? നമ്മൾ ചെയ്യുന്ന കർമ്മത്തെ ധർമ്മമാക്കുകയാണ്. എന്ത് സംഗതി ചെയ്യുമ്പോഴും അത് ഭഗവത് അർച്ചനയായിട്ട്, ഭഗവത് സമർപ്പണമായിട്ട് ചെയ്യുമ്പോൾ പിന്നെ അവിടെ വേറെ ഒന്നും ബാക്കി നിൽക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഋണം അല്ലെങ്കിൽ ഋഷി ഋണം അതൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയാണ്. അപ്പൊ എല്ലാവരോടും പറയുന്നത് എന്താണ്? നിങ്ങൾ എല്ലാവരും നാമം ജപിച്ചോളൂ, ഭഗവത് കഥകള് കേട്ടോളൂ. ഭഗവത് കഥകള് കേട്ടതിന് ശേഷം അത് കേൾക്കാത്തവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോളൂ. വിശിഷ്ട ഗ്രന്ഥങ്ങളെ പാരായണം ചെയ്യാനും അത് പഠിക്കാനുമുള്ള സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊള്ളൂ. അത് പഠിക്കാനായിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക. അവർക്ക് അറിയാത്ത സംഗതികള്, നമുക്കറിയുന്ന സംഗതികൾ ഉണ്ടെങ്കിൽ അവർക്ക് അറിയുന്ന വിധത്തില് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ സംസർഗം കൊണ്ട് നന്നായി വരും എന്നുള്ളതുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സംസർഗം കൊണ്ടുള്ള ഗുണങ്ങള്, സത്സംഗം കൊണ്ടുള്ളത്. അപ്പോ നമ്മളെ കൊണ്ട് സാധിക്കുന്ന വിധത്തില് വിശ്വനാഥൻ സാറ് പറഞ്ഞ പോലെ ഒരു കൈത്തിരിയാവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമല്ലേ. ഒരു ചെറിയൊരു കൈത്തിരിയിൽ നിന്ന് ധാരാളം ദീപങ്ങൾ തെളിയിക്കാൻ സാധിക്കും. അങ്ങനെ ആവട്ടെ നമ്മുടെ ജീവിതം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോ അങ്ങനെ എല്ലാവിധത്തിലും ഇപ്പൊ ഭഗവാൻ നമുക്ക് ഒരു അഷുറൻസ് മുൻപേ തന്നു വെച്ചിട്ടുണ്ട്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കും ദുഃഖം അനുഭവിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ദുഃഖം, എനിക്ക് ഭഗവാൻ ദുഃഖം തന്നു എന്ന് വിചാരിക്കേണ്ട. ഭഗവാൻ അവിടെ പറയുന്നുണ്ട്, എല്ലാം എന്നിൽ സമർപ്പിച്ചോളൂ, ആരും വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഭഗവാന്റെ ഒരു ഉറപ്പ്, ശക്തമായിട്ടുള്ള ഒരു സ്നേഹപൂർണമായിട്ടുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വ്യാധികളാണ്, രോഗാവസ്ഥയാണ്. അപ്പൊ അത് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത എന്നാണ്. അപ്പൊ നമുക്കറിയില്ല, ഈ ജന്മത്തില് നമ്മൾ വളരെ ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും കഴിഞ്ഞ ജന്മത്തില് നമ്മൾ ഏതൊക്കെ യോനികളിൽ കൂടി ജനിച്ച് ഏതൊക്കെ രൂപങ്ങളാണോ ഭാവങ്ങളാണോ എടുത്തിട്ടുള്ളത് എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ അവിടത്തെയൊക്കെ ആ ബാലൻസ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ തീർന്നു പോണല്ലോ. അപ്പൊ ചിലപ്പോഴൊക്കെ വ്യാധി, ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോഴൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം, ഭഗവാനെ, വൈദ്യനാഥനാണ് ഭഗവാൻ, ഏറ്റവും വലിയ ഭിഷഗ്വരനാണ് ഭഗവാൻ. ആ ഭഗവാന്റെ ഉള്ളിലാണ് നമ്മള്
ആ ഭഗവാന്റെ ആ ഭഗവത് വലയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിനാ ഭയപ്പെടുന്നത്? ഈ വ്യാധിയും ഭഗവാൻ തന്നെ ഏറ്റെടുത്തോളും, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ അതിനുള്ള പരിഹാരം ചെയ്തോളും. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഭക്തിപൂർവം എന്താണ് ചെയ്യാൻ സാധിക്കുക? ഒരു രോഗമാണ്, അപ്പൊ രോഗത്തിന് കൃത്യമായിട്ടുള്ള ചികിത്സ, അല്ലെങ്കിൽ അതിന്റെ മരുന്ന് സേവ, ഇതൊക്കെ നമ്മൾ അതും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്താൽ അതിൽ നിന്നും നമുക്ക് മുക്തി നേടാം. അങ്ങനെ എല്ലാറ്റിനുമുള്ള ഒരു ഉപാധിയാണ് ഭഗവത് ഭജനം, ഭഗവത് ഭക്തി എന്നുള്ളത് മനസ്സുകൊണ്ട് കൃത്യമായിട്ട് ഉറപ്പിച്ച് നമുക്ക് ധൈര്യമായിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും കൂടി ഈ ഒരു വിശ്വാസം നമുക്ക് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കണം. അതിനും കൂടി ആവട്ടെ നമ്മുടെ ഈ നാരായണീയ പഠനം, നാരായണീയ ഉപാസന എന്ന് ശ്രീ ഗുരുവായൂരപ്പന്റെ മുന്നില്, നമ്മുടെ ഗുരുക്കന്മാരുടെ മുന്നിലൊക്കെ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ ദശകം മേൽപ്പത്തൂര് ഭഗവാന് സമർപ്പിച്ച പോലെ നമുക്കും സമർപ്പിക്കാം. ഹരിയോ.